ഇരുവൃക്കകളും തകരാറിലായ കായംകുളം പുത്തൻകണ്ടത്തിൽ ഹുസൈന്റെ ചികിത്സയ്ക്കായി സഹായ കമ്മിറ്റി രൂപീകരിച്ചു. ജെ.കെ. നിസാം ചെയർമാനും നവാസ് മുണ്ടകത്തിൽ കൺവീനറുമായ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ഇരുവൃക്കകളും തകരാറിലായ കായംകുളം പുത്തൻകണ്ടത്തിൽ ഹുസൈന്റെ ചികിത്സയ്ക്ക് സഹായത്തിനായി ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടുന്ന ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. രക്ഷാധികാരികളായി അഡ്വക്കേറ്റ് ഇ സമീർ, എ ജെ ഷാജഹാൻ, അഡ്വക്കേറ്റ് എ ഷിജി എന്നിവർ പ്രവർത്തിക്കും. ജെ.കെ. നിസാമാണ് ചെയർമാൻ. പുത്തൻകണ്ടത്തിൽ ഹുസൈൻ വളരെ ചെറുപ്രായം മുതൽ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. വളരെ മര്യാദക്കാരനായിട്ടുള്ള, എല്ലാവരുമായി സൗമ്യമായി ഇടപെടുകയും സഹകരിക്കുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാൾക്ക് പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു അസുഖമുണ്ടായത്. ഞങ്ങൾ ഇന്ന് തന്നെ ഒരു ജനകീയ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ ഹുസൈൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സമീപിക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ, ഈ കമ്മിറ്റിയിലുള്ള പ്രതിനിധികളാകെ സമീപിക്കും. നിങ്ങൾ കൈയഴിച്ച് ഈ ചികിത്സാ സഹായത്തിലേക്ക് ഉദാരമായി സംഭാവന ചെയ്യണം. എല്ലാവിധ സഹായവും ഈ സന്ദർഭത്തിൽ ചോദിക്കുകയാണ്. നഗരസഭാ കൗൺസിലർ കൂടിയായ നവാസ് മുണ്ടകത്തിൽ സമിതിയുടെ കൺവീനറാണ്. കായംകുളം പുത്തൻകണ്ടത്തിൽ 9-ാം വാർഡിൽ താമസിക്കുന്ന നമ്മുടെ ഹുസൈനും ഹുസൈൻ്റെ ഭാര്യയും കുഞ്ഞും അടങ്ങുന്നതാണ് കുടുംബം. വളരെ കാലമായിട്ട് ഹുസൈൻ ആപ്പ തൊഴിലാളിയും കായംകുളം പട്ടണത്തിലും പ്രദേശത്തും ആപ്പയ്ക്കകത്ത് പച്ചക്കറിയും പല വർഗ്ഗങ്ങളും കൊണ്ടുനടന്ന് വിൽക്കുന്ന ചെറുകിട തൊഴിലാളിയുമായിരുന്നു. വളരെ പെട്ടെന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഇരു കിഡ്നികളും തകരാറിലായി വളരെ അടിയന്തരമായിട്ട് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യപ്പെട്ടുകൊണ്ട് ഇക്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡുമാണ്. അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി ഏകദേശം 20 ലക്ഷത്തിൽ പരം രൂപയുടെ ചിലവാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിലെ ചിലവ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ചിലവുകൾ, അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റൽ മരുന്ന്, അതുപോലെ ഡോണർക്ക് കിഡ്നി കൊടുക്കുന്നവർക്കും കിഡ്നി സ്വീകരിക്കുന്നവർക്കും 2 പേർക്കും ചികിത്സയ്ക്കും ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഞങ്ങൾ ഈ പ്രദേശത്തുള്ള ചെറുപ്പക്കാരും മുനിസിപ്പൽ കൗൺസിലർമാരും കൂടെ ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി TA കൺവെൻഷൻ സെൻറ്ററിൽ ഇന്ന് കൂടിയത്. ഇവിടെ കമ്മിറ്റി കൂടുകയും വളരെയധികം ചെറുപ്പക്കാർ, ഹുസൈനെ സ്നേഹിക്കുന്നവർ, ഹുസൈൻ്റെ കുടുംബക്കാർ എല്ലാവരും ഇവിടെ പങ്കെടുക്കുകയും ഒറ്റ മനസ്സോടുകൂടി ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. ഈ കമ്മിറ്റിയായിട്ട് വളരെ അടിയന്തരമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാൻ പോവുകയാണ്. മുഴുവൻ സഹോദരന്മാരുടെ സഹായം ഈ കാര്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു കുടുംബം, ഒരു ജീവൻ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഈ പ്രയത്നത്തിൽ എല്ലാ സഹോദരന്മാരുടെയും സഹായങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഹാഷിർ പുത്തൻകണ്ടത്തിലാണ് കോർഡിനേറ്റർ. ട്രഷററായി കുഞ്ഞുമോൻ പഴയ തെരുവിനെയും ജോയിന്റ് കൺവീനർമാരായി PK അമ്പിളി, ഷമീമോൾ, ഷൈനി ഷിബു, ഷീജ റഷീദ, സിയാദ് കോട്ടയിൽ, അൻഷാദ് വാഹിദ്, സിയാദ് മണ്ണാമുറി, MR സലിം ഷാ, സമീർ ചിറയിൽ, റിയാസ് താജ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ചികിത്സാ സഹായത്തിന് ധനം സ്വരൂപിക്കുന്നതുൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടർന്ന് നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.